അവള് ഒരുങ്ങിയിട്ടുണ്ടാവും. ആ അവള് കുളിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചു നോക്ക് ആദ്യം. എന്തൊരു കഥ, ഞാൻ നോക്കിയോട്ടെ. എടി അമ്മ റെഡിയാണ്, റെഡി ആയിട്ട് അപ്പുറത്ത് കുത്തിരിക്കണ്. ആ എപ്പ റെഡി ആയിരിക്കണ്, ഞാൻ എന്റെ മാത്രമേ കഴിയേണ്ടേ ഉള്ളൂ. എന്നെ പറ്റിട്ട് എടി എന്തിനാ അമ്മേനെ എപ്പോഴും ഇങ്ങനെ കുറ്റം പറയണ്? നിങ്ങളുടെ തള്ളയുണ്ടല്ലോ, അത് വൃത്തികെട്ട ജന്മാണ് ജന്മം. പിന്നെ എങ്ങനെ പറയാതിരിക്ക? മകള് വരണം. എന്നപ്പ അമ്മ എന്താ പറഞ്ഞതെന്ന് അറിയോ നിനക്ക്? എന്ത് പറഞ്ഞു? ഓൾ അങ്ങനെ ചെയ്തില്ല, ഓൾ ഇങ്ങനെ ചെയ്തില്ല, ഓളാത്തമാണ് ഇത് അവിടെ 100 കുറ്റത്തുള്ള പറഞ്ഞിട്ടുണ്ടാവും. ഒരു കുറ്റം പറഞ്ഞില്ല. ഈ എന്തായാലും അവള് റെഡി ആയോ നോക്ക്. കല്യാണത്തിന് പോകുമ്പോ അവൾക്ക് മുല്ലപ്പൂവും വേണമെങ്കിൽ ഒരു പട്ടുസാരിയും ഒക്കെ വാങ്ങിക്കൊടുക്കുന്നാ പറഞ്ഞത്. എപ്പോഴും ഇങ്ങനെ ഒരു പെണ്ണിന്റെ കൊനിഷ്ഠ ബുദ്ധിയിൽ ചിന്തിക്കരുത്, മനസ്സിലായ? നിങ്ങളുടെ അമ്മയോ? എന്റെ അമ്മ ഇപ്പൊ പറഞ്ഞേള്ളൂ എന്നോട്. അവൾ എന്നെ പറ്റി എന്താ പറഞ്ഞു? ആര്? നിന്റെ ഭാര്യ. അവൾ എന്ത് കുറ്റം പറയാനാ? അമ്മേനെ അവൾക്ക് ഭയങ്കര ഇഷ്ടല്ലേ? അയ്യോ നാവെടുത്ത് എന്റെ കുറ്റം പറയണം. അവൾ എന്തോ ഒന്നും പറയാതെ ഇരിക്കൂല. ഒന്നും പറഞ്ഞിട്ടില്ല അമ്മേ. അമ്മ എന്താ ഒരുങ്ങിയിട്ടുണ്ടാവും, ഞാനിതാ ഒരുങ്ങി കഴിഞ്ഞു, നമുക്ക് ഒന്നിച്ചിറങ്ങാം, അമ്മേനെ കൂടുതൽ നേരം ഇവിടെ വെയിറ്റ് ചെയ്യിപ്പിക്കണ്ട, നടന്നു പോവാന്നൊക്കെയാണ് അവള് പറഞ്ഞത്. എടാ നീ ഉള്ള കാര്യം പറയേ. അവൾ അങ്ങനെയൊന്നും ആയിരിക്കൂല പറഞ്ഞു. അവൾ എന്നെ പറ്റി എന്തോ ഒരു കുറ്റം പറയാതെ ഇരിക്കൂല. പറയേ. അവൾ എന്താ പറഞ്ഞെന്നറിയോ? അമ്മടെ മുടിയൊക്കെ അങ്ങനെ ചെറുതായി നരച്ചു തുടങ്ങിയിട്ടുണ്ട്, നമുക്ക് അത് ഡൈ ചെയ്യിപ്പിക്കണം, അതിന് ബ്യൂട്ടി പാർലറിൽ അമ്മേനെ കൊണ്ടുപോകണം എന്നൊക്കെയാണ് അവള് പറഞ്ഞത്. അത്രയും സ്നേഹത്തിൽ അവള് പറയുമ്പോ അമ്മ മാത്രം എന്താ ഇങ്ങനെ അവളെ കുറ്റം പറയുന്നത്? അങ്ങനെ പറഞ്ഞ്. അയ്യോ എന്റെ മരുമോള്. പിന്നെ പിന്നെ എന്റെ മോക്ക് നല്ല സാരി വാങ്ങിച്ചു കൊടുക്കണം.